എമ്പുരാൻ എന്ന സിനിമയാണ് 2 ദിവസമായിട്ട് കേരളം മുഴുവൻ ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയ മുഴുവൻ എമ്പുരാന്റെ വിശേഷങ്ങളാണ്. പല റിവ്യൂസ് ഞാൻ കണ്ടു. ഇതൊരു റിവ്യൂ ഒന്നും അല്ല കേട്ടോ. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പ്രത്യേകിച്ച് സംഘപരിവാറൊക്കെ ഇതിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കലാണ് മൂവി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പലരുടെയും വീക്ഷണത്തിനനുസരിച്ച് കണ്ടവർ പല രീതിയിലാണ് ഇതിന് റിവ്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം. ഈ വീഡിയോ ഞാൻ ഇടാനായിട്ട് മറ്റൊരു കാരണമുണ്ട് കേട്ടോ. ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു പയ്യൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ കയ്യിൽ എമ്പുരാൻ എന്ന് പെന്നുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, ഫാദർ ഐ ഫോളോ സാത്താനെയാണ് ഞാൻ ഫോളോ ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ ഈ സിനിമകൾ, പ്രത്യേകിച്ച് ലൂസിഫർ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പിശാചിനെ, നന്മയെ തിന്മയാക്കി കാണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെറിയൊരു വിഷം കുത്തിവെക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്കറിയാം, ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു ബോധ്യം വരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള സിനിമകൾ അവരെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സാക്ഷരതയുള്ളവരാണ്, നമുക്ക് ബോധ്യങ്ങളുണ്ട്. സിനിമ നമ്മളെ അധികം സ്വാധീനിക്കാതിരിക്കാനുള്ള ഒരു കഴിവൊക്കെ നമുക്കുണ്ട്. പക്ഷേ എങ്കിലും സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. നന്മ തിന്മകളെ വേർതിരിച്ചറിയാനുള്ള പ്രായമാകുന്നതിന് മുൻപേ കുട്ടികളെയൊക്കെ ഇങ്ങനെയുള്ള പടങ്ങൾ, പ്രത്യേകിച്ച് മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ വളരെ വയലൻസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള പടങ്ങളൊക്കെ കാണിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം. അത് കഴിഞ്ഞ് പ്രായമായി കഴിയുമ്പോൾ അവർക്ക് തന്നെ തീരുമാനിക്കാമല്ലോ ഏത് കാണണം, ഏത് കാണണ്ട, ഏത് തിരഞ്ഞെടുക്കണ്ട. അതിനു മുൻപ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇതുപോലെയുള്ള തിന്മകൾ കടത്തിവിടാതിരിക്കുന്നതാണ് നല്ലത്. എമ്പുരാൻ എന്ന പദത്തിന്റെ അർത്ഥം സർവ്വത്തെയും ഭരിക്കുന്നവനെന്നാണ്. പൃഥ്വിരാജ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്ന ചില പോസ്റ്റുകൾ അത് ഈ സിനിമയിലെ ഡയലോഗുകൾ തന്നെയാണ്. അത് അല്പം അപകടകരമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാചകങ്ങൾ മാറ്റി അവിടെ ലൂസിഫറിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകിക്കൊണ്ടാണ് പൃഥ്വിരാജ് ആരംഭിക്കുക. അതുപോലെ തന്നെ ക്രിസ്തുവല്ല, ലൂസിഫറാണ് രക്ഷകൻ, ലൂസിഫറാണ് ഭരിക്കുന്നവൻ, ലൂസിഫറിനെ കൊണ്ടേ ഇനി കേരളത്തിന് രക്ഷയുള്ളൂ അല്ലെങ്കിൽ ലോകത്തിന് രക്ഷയുള്ളൂ എന്നുള്ള ചിന്തകളാണ് അദ്ദേഹം തന്റെ പോസ്റ്റുകളിലൂടെ വിതയ്ക്കുന്നത്. ഇത് കേവലം ഒരു സിനിമയാണ്. ഇതുപോലെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങളും ചിന്തകളുമൊന്നും നമ്മുടെ ബുദ്ധിയെയോ മനസ്സിനെയോ ഭരിക്കാതിരിക്കാൻ നമുക്ക് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം.